എൻ്റെ ലൈഫിൽ എല്ലാം ഞാൻ പോരാടി നേടിയിട്ടുള്ളത്. ഒന്നും എനിക്ക് നേരിട്ട് എൻ്റെ കയ്യിലോട്ട് വന്നിട്ടില്ല. എന്നും പോരാടി തന്നെ വിജയിക്കണം, പോരാടി തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ പോരാടി നേടുന്ന വിജയത്തിനുള്ള മാധുര്യം വളരെ വലുതാണ്. അതിന് വില വളരെ വിലമതിക്കാനാവില്ല. പിൽക്കാലത്ത് നമ്മൾ ഓർക്കുമ്പോൾ പോലും നമുക്കതെങ്ങനെ സാധ്യമായി എന്ന് നമ്മൾ ചിന്തിക്കും. അത് എൻ്റെ ജീവിതത്തിലല്ലേ, ഓരോരുത്തരുടെ ജീവിതത്തിലും വിജയം എന്ന് പറയുന്നത് നിസ്സാരമാണ്. ആ വിജയം കയ്യിലെത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. അപ്പോൾ ഇവിടെ ഓരോ കുട്ടികളെ നിങ്ങൾ ഓരോ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുമ്പോൾ ഞാനിതെല്ലാം ഓർക്കുകയാണ്. ഇന്ന് എൻ്റെ നാട്ടിൽ ആ ക്ലബില്ല, വായനശാലയില്ല. അവിടെ എല്ലാം ആദ്യം വാടക കെട്ടിടമായിരുന്നു, അത് ഒഴിഞ്ഞോടിക്കേണ്ടി വന്നു. അങ്ങനെ കാലക്രമേണ അത് ഇല്ലാതായിരിക്കും. പക്ഷെ ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഇത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഉൾക്കൊള്ളിതെന്ന് പറയാം. അതിൻ്റെ ഇത് ഇങ്ങനൊരു കൊണ്ടുപോകുന്നു, ഇപ്പോഴും അത് കൊണ്ടുപോകുന്നു ഇങ്ങനെ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതായത് ഈ കുഞ്ഞു മക്കളെ നന്മയായിട്ടും സാഹോദര്യത്തോടും സ്നേഹത്തോടും നല്ല പൗരന്മാരായി വളർത്തിയെടുക്കാൻ ഇങ്ങനെയുള്ള വായനശാലകൾക്ക് ബ്ലോഗുകൾക്കും ഈ സാധിക്കുള്ളൂ. അവരുടെ ചെറിയ ചെറിയ കഴിവുകൾക്ക് പ്രോത്സാഹനം കൊടുത്ത് അവരെ ഉത്തമ മനുഷ്യനാക്കി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതിപ്പറ്റ നന്മ വേറൊന്നുമില്ല. അപ്പോൾ ഇനിയും നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമാറാകട്ടെ.